وعفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറല്ലാഹ് വഅഖൻ ലി മൗലിദി ഖുർറത്തിൽ ഐനൈനി അശ്റഫി ഖൽഖില്ലാഹ് അഹ്മദ് ത്വാഹ റസൂലില്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇതാ സഫർ വിടയാകുന്നു, റബീഇന്റെ വസന്തം വിടരുകയായി. ആഗോളതലത്തിൽ എന്തൊരു ആഹ്ലാദം, എന്തൊരു സന്തോഷം. അതേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന മാസമാണല്ലോ കടന്നു വരുന്നത്. അവിടെ നിന്ന് മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ എന്തൊരു ആഹ്ലാദത്തോടെയാണെന്ന് ജനങ്ങൾ സ്വീകരിച്ചത്. തലഅൽ ബദ്റു അലൈനാ മിൻ തനിയാത്തിൽ വദാഇ. ഫത്ഹുൽ ബാരി അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈമാനിന്റെ പ്രകടനവും കൂടിയാണ്, വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ലിമാ ഫീഹി മിൻ തഅദീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇൽഹാരിൽ ഫർഹി വൽ ഇസ്തിബ്ശാർ ബിമൗലിദി ശരീഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടുള്ള സന്തോഷം, ആഹ്ലാദ പ്രകടനം, മുത്തുനബിയുടെ ഔന്നത്യത്തെ, അതിൻ്റെ മഹാത്മ്യത്തെ വിളിച്ചറിയിക്കൽ, ഇതൊക്കെയാണ് ഇതുള്ളത്. അൽ ഹാവി ലിൽ ഫത്താവയിൽ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. അതെ, ഈമാനിൻ്റെ ലക്ഷണമാണ്. അത്രയും ഉന്നത സ്ഥാനമാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. പ്രസിദ്ധമാണല്ലോ ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂഗോളം ഒന്നും ഞാൻ സൃഷ്ടിക്കില്ല. അല്ലാഹുവിൻ്റെ ഒരു സന്ദേശമായ ഖുദ്സിയ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഈ ഭൂലോക സത്യത്തിൻ്റെ ധാരണഭൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ലോകത്തെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ, അമ്പിയാക്കന്മാരിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നല്ല. ആദ്യ മനുഷ്യൻ, ആദ്യ പ്രവാചകമായ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യത്തിൻ്റെ വേളയിൽ തന്നെ മുഹമ്മദ് എന്ന നബി നാമം ആദം നബി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവാചകന്റെ ഉമ്മത്തികളാകാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. എത്ര സന്തോഷമാണ് നമുക്കതിൽ വേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹുവിൻ്റെ ഫള് റഹ്മത്ത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന് ഫലിദാലിക ഫയഫ്റഹു, വിശ്വാസികൾ ആ റഹ്മത്ത് കൊണ്ടൊക്കെ സന്തോഷിക്കട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. അല്ലാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേ ലോകത്തേക്ക് നിയോഗിച്ചിട്ട് മുഴുവൻ ജനതയ്ക്കും റഹ്മത്ത് അനുഗ്രഹമായിക്കൊണ്ടാണ്. അപ്പോൾ അതിൽ സന്തോഷം എന്നത് ഈമാനിൻ്റെ ഘടകമാണ്, ഈമാനിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റബീഉൽ ആക്രമണ വേളയിൽ, അല്ലെങ്കിൽ ആക്രമണത്തിന് മുമ്പ് തന്നെ ജനകൂടികൾ ആവേശത്താൽ, അവരുടെ ഹൃദയത്തിൽ ആനന്ദത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി. ഗ്രാമങ്ങളും നഗരങ്ങളും ഓരങ്ങളും തീരങ്ങളും വിവിധങ്ങളായ അലങ്കാരങ്ങളും സന്തോഷ പ്രകടനങ്ങളുമൊക്കെ, മീലാദ് സമ്മേളനം, കോൺഫറൻസുകൾ, മൗലിദ് വേദികൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത് കാണാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദുമായി കൊണ്ട് റൗള ഷരീഫിൽ ഒത്തുചേർന്നൊരു അനുഭവം തങ്ങൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. കണ്ണിയത്ത് അവർ റൗള ഷരീഫിൻ്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരയുന്നൊരു രംഗമാണ് അവതരിപ്പിച്ചത്. അതെ, അങ്ങനെയാണ് സാലിഹ്യങ്ങൾ. ഞാൻ മുൻകഴിഞ്ഞ സ്വഹാബത്തിലേക്കോ കിതാബിലേക്കോ അബദാലിലേക്കല്ല പോകുന്നത്. നമ്മുടെ കേരളത്തിലുള്ള, നമ്മുടെ നാം പലപ്പോഴും കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അടിമകൾ. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഒരു അമേരിക്കൻ പര്യടനാനുഭവം പങ്കുവച്ചത് മുമ്പ് കേട്ടിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടിലെ പര്യടനത്തിനിടയിൽ ഒരു വലിയ വീട്ടിൽ എന്തോ ക്ഷണിച്ച് നിന്നപ്പോൾ അവിടെ അനേകം ജനങ്ങൾ കൂടിയിരിക്കുന്നു, അനേകം വാഹനങ്ങൾ വീടിന് ചുറ്റും. അവിടെ മൗലിദ് സദസ്സ് നടക്കുകയാണ്. ആരോ അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. ആരോ പറഞ്ഞ ഒരു മീലാദികളാണ്, എന്നുവെച്ചാൽ ഇതിൽ താല്പര്യമില്ലാത്തവർ എന്ന അർത്ഥത്തിലാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ചില താല്പര്യമില്ലാത്തവരൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാകാം. ഈ കുലൂബിയും മറന്നും, ചില ആളുകളെ കുറിച്ച് കൂടാൻ പറഞ്ഞല്ലോ, അവരുടെ ഹൃദയത്തിൽ മറന്ന രോഗമുണ്ട്. മുഫസ്സിറുകൾ നിഫാഖ്, ആ മറന്ന രോഗമെന്നാൽ കാപട്യം എന്നാണ്. മുസ്ലിമാണ്, മുഅ്മിനാണെന്നൊക്കെ പറയും, പക്ഷേ വേണ്ടത്ര ആ ഇസ്ലാമിക ആവേശം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മഹബത്ത്, അല്ലെങ്കിൽ പ്രവാചകനുള്ള മഹബത്ത് മനസ്സിലേക്കങ്ങ് കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തൊക്കെ എങ്ങനെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം കാണാമല്ലോ.
യാ റസൂലുള്ളാഹി അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ലാ നഫ്സി, എന്റെ ശരീരം വെച്ച് ബാക്കി എല്ലാ വസ്തുക്കളെക്കാളും അങ്ങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാന്തങ്ങൾ തിരുത്തിയില്ല, അങ്ങനെയല്ല വേണ്ടത്. വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, അങ്ങയുടെ നഫ്സിനേക്കാൾ ശരീരത്തേക്കാൾ ഞാൻ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫഇന്നഹു അൽആൻ വല്ലാഹി ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവേ തസ്ലീം, എന്റെ സ്വന്തം ശരീരത്തേക്കാൾ അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽആൻ യാ ഉമർ, ഉമറേ ഇങ്ങനെയാണ് വേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുക്കുകയും സ്വഹാബത്ത് ആ രീതിയിലാണല്ലോ പ്രവാചകനെ കണ്ടത്. അംറുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാണാം, മാകാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായി ആരുമില്ല എന്ന് പറയും. ഈ ഇഷ്ടം സഹാബിനെ കണ്ടുകൊണ്ട് ദീൻ പഠിക്കണമെന്നല്ലേ നമ്മോടുള്ള കൽപ്പന. അവർക്ക് നാളെ പരലോകത്ത് എന്നാലും മുത്തുനബിയെ കാണാം. അതിലെ തൗബാൻ റളിയല്ലാഹുവിന്റെ ദുഃഖം, എന്താ ദുഃഖം? അല്ലാഹുവിന്റെ പ്രവാചകരെ ഇവിടെ അങ്ങേ കാണാൻ കഴിയുമോ? നാളെ സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ തന്നെ അങ്ങ് ഏതോ ഉന്നത പദവിയിൽ അങ്ങ് കാണാൻ കഴിയുമോ? സുഹൃത്തിന്റെ അവതരണം, അല്ലാഹുവിനെയും പ്രവാചകൻ അനുസരിച്ച് ജീവിച്ചാൽ അവരൊക്കെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ അവരോടൊത്ത് സ്വർഗത്തിൽ എത്തിച്ചേരും. അഥവാ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് കണ്ടുമുട്ടാൻ കഴിയും. ഇങ്ങനെ ഓരോ സഹാബിമാരിൽ പലരുടെയും ചരിത്രത്തിൽ ഈ ഒരു മോഹം കാണാം. റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉറക്കം വെച്ച് നബിതങ്ങൾക്ക് സേവനം ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് ഒതു ചെയ്യാൻ മറ്റു വെള്ളം കൊടുക്കുന്നു. നബിതങ്ങൾക്ക് അതെല്ലാം ഇഷ്ടമായി. റബീഅ എന്താണ് വേണ്ടത് ചോദിക്കൂ. അപ്പോൾ എന്താണ് റബീഅത്ത് ചോദിച്ചാൽ അസ്അലുക മുറാഫഖത ജന്ന, എനിക്ക് സ്വർഗം കിട്ടണമെന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൽ ചെന്നാൽ ഹബീബാൻ സല്ലല്ലാഹു തങ്ങളെ അങ്ങയോടൊപ്പം എനിക്ക് സഹവസിച്ച് അങ്ങയുടെ തൊട്ടടുത്തിരിക്കാൻ സൗഭാഗ്യമുണ്ടാകാൻ. ഇതാണ് സ്വഹാബത്തിൻ്റെയൊക്കെ ആഗ്രഹമെങ്കിൽ ഇതാ വിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നമുക്ക് ആ മുത്തനബിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടുന്ന് സ്വലാത്തുകളൊക്കെ ധാരാളം എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ അവിടുത്തെ സുന്നത്തുകളും വർദ്ധിപ്പിക്കണം. ഖാദി റഹിമഹുല്ലാഹ് പറയാണ്, എന്താണ് നബിതങ്ങളെ സാദിഖു ഫി ഹബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദറു അലാമത്തു ദാലിക അലൈഹി, നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം അയാളിൽ കാണണം. വഅവലുഹാലിഖ്തിദാബിഹി, ഒന്ന് നബിതങ്ങളെ പിന്തുടരുക. വസ്തഇമാൽ ബിസുന്നത്തി, നബിതങ്ങളുടെ സുന്നത്ത് ചര്യകളൊക്കെ ജീവിതത്തിൽ പകർത്തുക. വത്തിബാഉ അഖ്വാലി വഅഫ്ആലി, നബിതങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ അതിനെ അനുധാവനം ചെയ്യുക. വംതിസാലു അവാമിരി വനവാഹി, നബിതങ്ങൾ കൽപ്പിച്ചത് ജീവിതത്തിൽ അനുസരിക്കണം, വിരോധിച്ചതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പ്രയാസഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും ആ അദബുകളൊക്കെ പാലിച്ച് ജീവിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ കാണാം മിൻ അലാമത്തിഹി മഅ കസറത്തി ദിക്രിഹി അലൈഹിം, നബിതങ്ങളെ ഉള്ള ആ ബഹുമാനം. അതുപോലെ തന്നെ നബിതങ്ങളെ കസറത്തു ദിക്രിഹിലോ, നബിതങ്ങളെ അനുസ്മരിക്കുക, അത് കൂടുതലാക്കുക എന്ന്. ഫമൻ അഹബ്ബ ശൈഅൻ അക്തറ ദിക്റഹു, ഒരു വസ്തുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ട അതിനെക്കുറിച്ച് ധാരാളമായി പറയുമല്ലോ. അതെ, ആ ഒരു പറച്ചിൽ, ആ ഒരു പ്രകീർത്തനമാണ് വിശുദ്ധ റബീഇന്റെ വസന്ത നാടുകളിൽ ആഘോള സകലം വിശ്വാസികൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അമേരിക്കയിലും കണ്ടത്. റളാ ഷരീഫിന്റെ പരിസരത്തും അതാണ് കാണുന്നത്. മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ ആ മഹബത്തിന്റെ പ്രകടനമായി എപ്പോഴും അനുസ്മരണങ്ങൾ നടക്കും, പ്രകീർത്തനങ്ങൾ നടക്കും. ഒപ്പം അവിടുത്തെ ചെല്ലികൾ പിൻപറ്റാനും പരിശ്രമിക്കും. റഫഅനാ ലക ദിക്റക, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള സൂറത്ത് അലം നശ്റഹിൽ നബിതങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. അതിൽ വിശുദ്ധ സൂക്തം കാണാം, അങ്ങയെ അനുസ്മരിക്കുക പറയുന്നത് നാം വളരെ പുണ്യക്രമമായി പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇതാ ഈ വിശുദ്ധ റബീഉൽ അവ്വൽ സലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക, അതുപോലെ മുത്തനബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, സാധുക്കളെ സംരക്ഷിക്കുക, സഹായികൾ പോലെയുള്ള തങ്ങൾക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ സജീവമായി ശ്രദ്ധിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കണം. ഫർള് പിന്നെ എന്തായാലും സമയം തെറ്റാതെ നിസ്കാരം നിർവഹിക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഒപ്പം ആഷിഖുർ റസൂൽ എന്ന അപരനാമത്തിൽ പ്രസിദ്ധിയാർജിച്ച സൂഫിവര്യനായ മർഹൂം കൊണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അവർ മുത്തനബിയെ പ്രകീർത്തിച്ച് കുറിച്ച വരികൾ റബീഉൽ അവ്വലാകുമ്പോൾ ആയിരങ്ങളുടെ നാവിൽ സദാ അത് പാടുകയാണ്, പറയുകയാണ്, നാം കേൾക്കുകയാണ്. കുട്ടികൾ പാടിയ ഏതാനും ഈരടികൾ ബർക്കത്തിനായി, അനുഗ്രഹത്തിനായി നമുക്കൊന്ന് ശ്രമിക്കാം. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹൽറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ബഹല്ലിൽ ഖുബ്ബത്തിൽ ഹൽറായിൽ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി. കരളിന്റെ കരളായ ത്വഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം, കരയുന്ന
വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിയിടാ വാഹല്ലി മൗലിദി ഖുർറത്തിൽ ഐനൈനി അശ്റഫി ഖൽഖില്ലാ അഹ്മദ് ത്വാഹ റസൂലില്ലാ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകൾ ഉച്ചരിച്ചു ആലപിച്ചു ബറക്കത്ത് നേടുകയും അവിടുത്തെ തിരുചര്യകൾ പിൻപറ്റി ഇരുലോക സൗഭാഗ്യം നേടുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.